പ്രൊഫസർ സുകുമാർ അഴീക്കോട് ഓർമ്മയായിട്ട് ഇന്ന് 14 കൊല്ലം തികയുന്നു. നിലപാടുകളിലെ വ്യക്തതയിലൂടെയും ദാർഢ്യത്തിലൂടെയും മലയാളി ധാർമ്മികതയുടെ മുഖമായി മാറ്റിയ അല്ലെങ്കിൽ മാറിക്കണ്ട ആളാണ് പ്രൊഫസർ സുകുമാർ അഴീക്കോട്. സാഹിത്യത്തിലുള്ള പരിശീലനം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാൻ ആലോചിച്ചതാണ്. ഞാനൊരു ഭീകരനായി മാറുകയാണ്. അതാണ് എൻ്റെ. പക്ഷെ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ സാഹിത്യ പഠിച്ചതുകൊണ്ടാണ്. മലയാളിയുടെ സാംസ്കാരിക പ്രതിരോധ ശക്തിയായിരുന്നു സുകുമാർ അഴീക്കോട്. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ പറയുകയും എഴുതുകയും ചെയ്തു അഴീക്കോട്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഇത്രത്തോളം സ്വാധീന ശക്തിയായി മാറിയ മറ്റൊരാളില്ല. രണ്ട് ചെരുപ്പുള്ളവൻ ഒരു ചെരുപ്പുള്ളവനോട് സഹാനുഭൂതി കാണിക്കണം, ഒരു ചെരുപ്പുള്ളവൻ ചെരുപ്പില്ലാത്തവനോട് സഹാനുഭൂതി കാണിക്കണം. പക്ഷെ നമ്മളെപ്പോഴും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരുടെ നേരെയാണ് ഏറ്റവും ഭയങ്കരമായ ഹൃദയശൂന്യത കാണിക്കുന്നത്. ഒരേ സമയം സാമൂഹിക വിമർശകനും സാഹിത്യ വിമർശകനും സമഗ്ര വിമർശകനുമായിരുന്നു ഡോക്ടർ അഴീക്കോട്. അധികാര കേന്ദ്രങ്ങളുടെ അഹന്തയോടും അടിച്ചമർത്തലുകളോടും അഴീക്കോട് നിരന്തരം കലഹിച്ചു. വിമർശനത്തിന്റെ കൂരമ്പിൽ കോർത്തവയായിരുന്നു അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ. ഗ്രന്ഥത്തിന്റെ മഹത്വം ജീവിച്ച വ്യക്തിയുടെ മഹത്വമാണ്. ജീവിച്ച വ്യക്തിയുടെ മഹത്വം ഇല്ലാതെ വരുമ്പോഴാണ് ഗ്രന്ഥത്തിന് കൃത്രിമങ്ങളായ മഹത്വങ്ങൾ നാം ഉണ്ടാക്കേണ്ടി വരുന്നത്. വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലയാള വിഭാഗം തലവനായും പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും ഡോക്ടർ സുകുമാർ അഴീക്കോട് പ്രവർത്തിച്ചു. ആശാന്റെ സീതാകാവ്യം, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, തത്വമസി, ഗുരുവിന്റെ ദുഃഖം തുടങ്ങി നിരവധി കൃതികൾ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെതായിട്ടുണ്ട്. കേരളത്തിന്റെ നട്ടെല്ലുള്ള നാവായി വർത്തിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോടിന് 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.